ഹായ് ഗ്ലാംസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമൊലി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ട്യൂട്ടോറിയലാണ്. എന്നെ പോലെ തിൻ ഹെയർ ആയിട്ടുള്ളവർക്ക് എങ്ങനെ ഇതുപോലെ വോളിമൈസ് ആയിട്ടുള്ളൊരു ഹെയർ ലുക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതൊരു വോളിമൈസ് ആയിട്ടുള്ളൊരു ഹെയർ ലുക്കിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ജംബോ റോളേഴ്സാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു 3 സൈസസിലുള്ള മൊത്തം 6 പീസസ് ഇൻക്ലൂഡിങ് ക്ലിപ്സും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഒരു സിറം അപ്ലൈ ചെയ്യണം. എൻ്റെ ഒരു മുടി ഇപ്പോൾ ഒരു 75% മാത്രമേ ഡ്രൈ ആയിട്ടുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രീക്സിൻ്റെ ആൻറ്റി സ്പ്ലിറ്റ് എന്നുള്ള സിറമാണ്. ഈ ഒരു ഹെയർ സിറം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ബാക്കിയുള്ള സിറങ്ങളെ കണക്കല്ല, ഇത് നമ്മുടെ മുടി ഒരു തിന്നായിട്ട് കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞ രീതിയിലാക്കാണ്ട് ഒരു ഫ്ലഫിനെസ് തരും ഈ ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ. അതിനുശേഷം നമ്മുടെ ഹെയർ ഞാനിവിടെ ഒരു 6 സെക്ഷനായിട്ട് എടുക്കുന്നുണ്ട്. കാരണം 6 റോളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. കാരണം ഞാൻ ഹെയർ ഒരു 6 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളം സെക്ഷൻസ് ബൈ സെക്ഷൻസ് എടുക്കുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടും പിന്നെ അതനുസരിച്ച് നല്ല വോളിയുമായിട്ടും നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ എൻ്റെ കയ്യിൽ 6 റോളേഴ്സ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ 6 സെക്ഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഹെയർ തിക്നെസ് അനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുക്കാം. സത്യം പറഞ്ഞാൽ ഞാനും എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് എനിക്കൊരു വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളൊരു വിചാരത്തിനാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്ഷൻ എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് കണക്കത്തെ ഒരു ഹെയർ സ്റ്റൈലിംഗ് മെഷീനാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഹാവൽസിൻ്റെ ഒരു ബ്ലോ ഔട്ടാണ്, ഹാവൽസിൻ്റെ ഒരു ഡ്രയറാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല, ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ഉണ്ടെങ്കിലും അത് വെച്ചാലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നനഞ്ഞ മുടിയിൽ ഇതേപോലെ സ്റ്റൈൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ടായാലും നമുക്ക് ആ റോളർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് വരുമ്പോൾ അതായാലും ചെയ്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉള്ളതാണ്. ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കിട്ടിയ റോളേഴ്സിൽ ഏറ്റവും ചെറിയ റോളറാണ് ഞാൻ ഈ അടിയിലത്തെ മുടിയിലേക്ക്, അതായത് നമ്മുടെ ഈ ഏറ്റവും ലാസ്റ്റ് ഞാനിങ്ങനെ സെക്ഷൻ ചെയ്തേക്കുന്ന അങ്ങോട്ടേക്ക് എടുത്തത്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന കണക്കിന് നിങ്ങൾ ചുരുട്ടി വെച്ചിട്ട് ഈ കിട്ടിയ ക്ലിപ്പ് വെച്ച് നമുക്കത് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പോൾ ഇത് കണക്കത്തൊരു ഹെയർ സ്റ്റൈലിംഗ് മെഷീൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഓവർനൈറ്റ് ആയിട്ട് ഇത് നമുക്ക് ചെയ്ത് വെക്കാം. അതായത് രാത്രി നല്ല ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മുടി ഇത് കണക്കൊന്ന് വെറ്റ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെച്ച് രാവിലെ എടുത്ത് നോക്കിയാലും ഇത് കണക്ക് ഇപ്പം ഫൈനൽ റിസൾട്ട് എങ്ങനെ വരും അത് കണക്ക് തന്നെ വരും. അപ്പം 2 സൈഡ് ഞാൻ ചെറിയ റോളർ വെച്ച് ചെയ്തു. ഞാൻ അടുത്ത സെക്ഷൻ മീഡിയം സൈസ് കിട്ടിയ റോളർ വെച്ച് ഇത് കണക്ക് ഞാനൊന്ന് കേൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോൾ ചെയ്ത് നമ്മൾ കിട്ടിയ ആ ഒരു പിന്ന് വെച്ച് ഇതും സെക്യൂർ ചെയ്ത് വെക്കണം. ഇങ്ങനെ എല്ലാ 2 സൈഡിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ റോളേഴ്സ് ഞാൻ ലാസ്റ്റ് എടുത്ത ആ മുടിയിൽ രണ്ടാമത്തെ സൈസ്, അതായത് മീഡിയം സൈസാണ് ഞാനിപ്പോൾ ഈ സൈഡിലത്തെ 2 മുടിയിൽ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജംബോ റോളേഴ്സ്, അതായത് കിട്ടിയ റോളേഴ്സിൽ ഏറ്റവും വലിപ്പം കൂടിയ 2 റോളേഴ്സ് ഉണ്ട്. ആ 2 റോളേഴ്സാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് സെക്ഷൻ ചെയ്തേക്കുന്ന ഈ 2 മുടിയിലും വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ ഒരു സൈഡിൽ വോള്യൂമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ അടിയിൽ നിന്ന് ഈ ഇപ്പോൾ ഞാൻ ചെയ്ത കണക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വോള്യൂമായിട്ട് കിട്ടും. അപ്പോൾ ജംബോ റോളേഴ്സിൻ്റെ മെയിൻ പർപ്പസ് നമ്മൾ വോള്യൂമൈസ് നമുക്കൊരു മുടി ഒരു കുറച്ചുകൂടി നല്ലൊരു തിക്നെസ് ആയിട്ടും വോള്യൂമായിട്ടും തോന്നിക്കാൻ വേണ്ടിയാണ് ജംബോ റോളേഴ്സ്. മറ്റേത് ഏറ്റവും ചെറിയ റോളേഴ്സ് ഒരു കേളിങ് എഫക്റ്റ് തരും. അപ്പോൾ ആ ഒരു സെക്ഷനും ഞാൻ റോൾ ചെയ്ത് വെച്ചു. അടുത്തത് എൻ്റെ ബാങ്ക്സ് ആണ്. ബാങ്ക്സ് ഞാൻ കുറച്ചധികം തന്നെ സ്റ്റൈൽ ചെയ്യും. കാരണം എനിക്ക് കുറച്ച് ഫ്ലഫി ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചധികം നേരം ടൈം എടുത്ത് ഈ ബാങ്ക്സ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റൈൽ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ റോളർ എടുത്ത്, അതായത് ജംബോ റോളർ എടുത്ത് അതും ഞാൻ റോൾ ചെയ്ത് വെച്ച് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പുറത്ത് പോകാൻ ധൃതി ഉള്ളത് കാരണം ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ്സ് മാത്രമേ ഞാനിത് മുടിയിൽ വെച്ചിട്ടുള്ളൂ. ഇതും സെക്യൂർ ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലൊരു ഹെയർ സ്പ്രേ ഉണ്ടായിരുന്നു. ആ ഹെയർ സ്പ്രേ വെച്ച് ഞാനൊന്ന് അടിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഹെയർ സ്പ്രേ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഓവർനൈറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇത് ഓപ്ഷനലാണ്. പിന്നെ ഞാൻ പുറത്ത് പോകുന്ന കാരണമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മീതിയുള്ള സമയത്ത് വിത്തിൻ 20 മിനിറ്റ്സ് ഞാൻ എൻ്റെ പരിപാടി ഞാൻ കൊച്ചിനെ റെഡിയാക്കി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ടച്ചപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് ഇനി ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് പിക്ചർ പെർഫെക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഇനി ബൈ ടൈം ഞാനും ഇത് കണക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ചും കൂടിയൊക്കെ ഞാൻ ഇമ്പ്രൂവൈസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈം വേണ്ട റിസൾട്ട് ഇങ്ങനെയാണ് എനിക്ക് വരുന്നത്. ഓരോന്ന് കഴിക്കുമ്പം എൻ്റെ നോർമൽ മുടിയേയും കാട്ടി കുറച്ചും കൂടി ബൗൺസി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബൗൺസിനെസ് എങ്ങനെ വരുന്നത്. അപ്പോൾ എൻ്റെ ബാഗ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിലും അത് നമുക്ക് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഒതുക്കി വെക്കാൻ പറ്റുന്നതാണ്.
ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് നോക്കിയപ്പോൾ ഈ 90s ഹീറോയിൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പുള്ള ഹെയർ സ്റ്റൈലാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഫ്രണ്ടിലത്തെ ബാങ്ക്സിൽ ഞാൻ ഹെയർ സ്പ്രേ അടിച്ച് വെച്ചിട്ട് കൂടിപ്പോയി. അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പിന്നീട് വീണ്ടും ഒരു തവണ ട്രൈ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ലൊരു വോളിയൂമൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അതെങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വിത്ത് ടൈം അത് ആ ഒരു ഫ്ലഫിനെസ് കുറച്ചൊക്കെ മാറി നല്ല സെറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇതിൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.